നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. സംസ്ഥാനത്ത് നാളെ ഹർത്താൽ ആചരിക്കാൻ RSSന്റെ ആഹ്വാനം. തലശ്ശേരിയിൽ RSS പ്രവർത്തകനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. +2 സ്കൂളുകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ശുപാർശ പ്രകാരം മാത്രമേ +2 ബാച്ചുകൾ അനുവദിക്കാവൂ എന്നും കോടതി. കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ്. ഗുരുവായൂർ ദേവസ്വത്തിൽ വൻ ക്രമക്കേടും അഴിമതിയുമെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട്. കാണിക്കയായി കിട്ടുന്ന സ്വർണം, വെള്ളി തുടങ്ങി വിളക്കുകൾ വരെ ഒന്നിനും കണക്കില്ലെന്നും റിപ്പോർട്ട്. മാളവടമയിൽ ആളില്ലാത്ത വീടിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം. 2 പവന്റെ ആഭരണങ്ങളും പണവും വിദേശ കറൻസികളും നഷ്ടപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. നേരത്തെ കണ്ണൂർ ജില്ലയിൽ മാത്രമായിരുന്നു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. പിന്നീട് ഇത് സംസ്ഥാന വ്യാപകമാക്കുകയായിരുന്നു. കണ്ണൂർ സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. നാളെ നടത്താനിരുന്ന PhD കോഴ്സ് വർക്ക് കോർഡിനേറ്റർമാരുടെയും അഡ്മിഷൻ കമ്മിറ്റിയുടെയും യോഗവും മാറ്റി. തലശ്ശേരി കതിരൂർ ഡയമണ്ട് മുക്കിൽ RSS ജില്ലാ ശാരീരിക പ്രമുഖായ മനോജിനെ ഒരു സംഘം ബോംബെറിഞ്ഞും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന BJP പ്രവർത്തകൻ പ്രമോദിനെ പരിക്കുകളോടെ തലശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് RSS പ്രവർത്തകർ പ്രകടനം നടത്തി. തൃശൂർ നഗരത്തിൽ നടുവിലാലിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്വരാജ് റൌണ്ട് ചുറ്റി സമാപിച്ചു. പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുവാൻ വൻ പോലീസ് സന്നാഹവും പ്രകടനത്തിനൊപ്പം ഉണ്ടായിരുന്നു. +2 സ്കൂളുകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തണമെന്ന് ജസ്റ്റിസുമാരായ ആന്റണി ഡൊമിനിക്, ശേഷാദ്രി നായിഡു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിധിച്ചു. +2 അനുവദിച്ച നടപടി ദുരുദ്ദേശപരമാണെന്ന് സിംഗിൾ ബെഞ്ച് ജഡ്ജിയുടെ നിഗമനം ഹൈക്കോടതി ശരിവച്ചു. സർക്കാർ വാദങ്ങളിൽ കഴമ്പില്ല. +2 അനുവദിച്ച ജൂലൈ 31 സർക്കാർ ഉത്തരവിന് ആധാരമായ നടപടികളാണ് കോടതി പരിശോധിച്ചത്. ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ശുപാർശ മറികടന്ന് സർക്കാർ അനുവദിച്ച +2 ബാച്ചുകൾ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകിയത്. ഉത്തരവനുസരിച്ച് ഹയർ സെക്കൻഡറി ഡയറക്ടർ നിർദ്ദേശിച്ച സ്കൂളുകൾക്കും അധിക ബാച്ചുകൾക്കും മാത്രമേ ഈ വർഷം അഡ്മിഷൻ നടത്താനാവൂ. നിയമവിരുദ്ധമായ നടപടികൾ കോടതി വഴി സാധൂകരിക്കാൻ ശ്രമിക്കരുതെന്നും ഹൈക്കോടതി സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. +2 അനുവദിക്കുന്ന കാര്യത്തിൽ മന്ത്രിസഭയ്ക്കാണ് പരമാധികാരമെന്നും 81,000 വിദ്യാർത്ഥികളുടെ ഉപരിപഠനം അനിശ്ചിതത്തിലാണെന്നുമുള്ള വാദമാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ പ്രധാനമായും ഉന്നയിച്ചത്. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സിംഗിൾ ബെഞ്ച് അനുവദിച്ചില്ലെന്നും സർക്കാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. വാദത്തിനിടെ സർക്കാർ അഡ്വക്കേറ്റ് ജനറലും ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനത്തിന് വിധേയമായിരുന്നു. പാമോലിംഗ് കേസിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ് ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സ്വരാജ്. ചാരക്കേസിൽ K. കരുണാകരനെ രാജിവെപ്പിക്കാൻ പറഞ്ഞ ന്യായം ഉമ്മൻചാണ്ടിക്കും ബാധകമാണ്. ഇനിയൊരിക്കലും അധികാരത്തിൽ തിരിച്ചെത്താൻ സാധിക്കില്ലെന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി രാജിവെക്കാൻ തയ്യാറാകാത്തത്. അധികാരം നിലനിർത്താൻ ഏതുതരം താഴ്ന്നു പ്രവർത്തിക്കും മുതിരാൻ ഉമ്മൻചാണ്ടി മടിക്കില്ലെന്ന് സ്വരാജ് ആരോപിച്ചു. +2 വിഷയത്തിൽ ഹൈക്കോടതി വിധിയുടെയും പാമോലിംഗ് കേസിൽ സുപ്രീംകോടതി നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ മുഖ്യമന്ത്രിക്ക് ധാർമ്മികാവകാശമില്ലെന്നും സ്വരാജ് പറഞ്ഞു. ജനുവരി 31 ആരംഭിക്കുന്ന 35ാമത് ദേശീയ ഗെയിംസിന്റെ ഒരുക്കങ്ങൾ കളക്ടർ MS ജയയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. വനിതാ ഫുട്ബോൾ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലും ബോക്സിംഗ് ത്രിപുര TSDA ഇൻഡോർ സ്റ്റേഡിയത്തിലും ഷൂട്ടിംഗ് രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലും ജൂഡോ, വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നീ ഇനങ്ങൾ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലുമാകും നടക്കുക. ഗെയിംസിൽ പങ്കെടുക്കാനായി ജില്ലയിൽ എത്തുന്ന 1360 കായിക താരങ്ങൾക്ക് മുളങ്ങുന്നത്തുകാവ് കില, രാമവർമ്മപുരം പോലീസ് അക്കാദമി, ഡയറ്റ് എന്നിവിടങ്ങളിൽ താമസ സൌകര്യം ഏർപ്പെടുത്തും. ഉദ്യോഗസ്ഥർക്കും താമസ സൌകര്യം പ്രത്യേകം ഒരുക്കും. കായിക താരങ്ങൾക്ക് പരിശീലനത്തിനായി താമസ സ്ഥലത്തിന് അടുത്തുതന്നെ സൌകര്യമൊരുക്കാനാണ് തീരുമാനം. മണ്ണുത്തി വെറ്ററിനറി കോളേജ്, കേരളവർമ്മ കോളേജ്, സെന്റ് തോമസ് കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നീ ഗ്രൌണ്ടുകൾ പരിശീലനത്തിന് ഉപയോഗിക്കാമെന്ന നിർദ്ദേശം യോഗം മുന്നോട്ടുവച്ചു. ഇതു സംബന്ധിച്ച് അധികൃതരിൽ നിന്ന് അനുമതി തേടാനും തീരുമാനമായി. അക്വാട്ടിക് കോംപ്ലക്സിൽ പരിശീലനത്തിന് തടസ്സമുണ്ടെങ്കിൽ അത് നാഷണൽ ഗെയിംസ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുമായി ആലോചിച്ച് പരിഹരിക്കുമെന്ന് യോഗം അറിയിച്ചു. തിരുവനന്തപുരത്തിനും തൃശൂരിനും പുറമെ എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് ഗെയിംസ് നടക്കുക. റിട്ടയേർഡ് സ്പോർട്സ് കൌൺസിൽ ഉദ്യോഗസ്ഥൻ സതീഷ് ബാബു,
റിട്ടയേർഡ് പ്രൊജക്ട് ഓഫീസർ VK പ്രഭാകരൻ, റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ട് CK ശങ്കരനാരായണൻ തുടങ്ങിയവരും ഫുട്ബോൾ താരം IM വിജയൻ, CV പാപ്പച്ചൻ, ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, M പീതാംബരൻ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് TD ഫ്രാൻസിസ്, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ ജൂഡോ കോച്ച് മരിയ M ലീ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. വാർത്തകളിലേക്ക്. ഗുരുവായൂർ ദേവസ്വത്തിൽ വൻ ക്രമക്കേടും അഴിമതിയുമെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട്. കാണിക്കയായി കിട്ടുന്ന സ്വർണം, വെള്ളി തുടങ്ങി വിളക്കുകൾ വരെ ഒന്നിനും കണക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2007, 2008 മുതൽ 2010, 2011 വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള കരാറുകളിലും വ്യാപക ക്രമക്കേട് നടക്കുന്നതായി ഓഡിറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിലുടനീളം ഭക്തരുടെ പണം ദുരുപയോഗം ചെയ്തതിന്റെയും അഴിമതിയുടെയും കണക്കുകൾ തെളിവ് സഹിതം വിശദമാക്കുന്നു. ക്ഷേത്രത്തിലേക്ക് സംഭാവനയായി മറ്റും ലഭിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ ചെക്കുകൾക്ക് പോലും കണക്കില്ല. പല ചെക്കുകളും കളക്ഷനായില്ല എന്ന് ദേവസ്വം രേഖപ്പെടുത്തുമ്പോഴും ഇതിന്റെ വിശദാംശങ്ങൾ ഓഡിറ്റിന് കൈമാറിയിട്ടില്ല. ഒരേ നിർമ്മാണ പ്രവൃത്തിക്ക് 2 തവണ ചെക്ക് മാറി ചില ജീവനക്കാർ പണാപകരണം നടത്തിയതും ഓഡിറ്റിൽ സ്ഥിരീകരിച്ചു. കാണിക്കയായി കിട്ടുന്ന സ്വർണത്തിനും വെള്ളിക്കും കണക്കില്ല. എന്നാൽ ഇവ ലോക്കറ്റായി വിൽക്കുമ്പോഴുള്ള കണക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദായനികുതി വകുപ്പിന് സമർപ്പിച്ച കണക്കുകളും ഓഡിറ്റിന് സമർപ്പിച്ച കണക്കുകളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട്. എങ്ങുമെത്താത്ത ഗുരുവായൂർ മാസ്റ്റർ പ്ലാനിന്റെ പേരിൽ കൺസൾട്ടന്റിനെ നിയമിച്ചതിലും പണം ചെലവഴിച്ചതിലും അവ്യക്തതയുള്ളതായും റിപ്പോർട്ടിൽ പറയുന്നു. ഓഡിറ്റോറിയത്തിന്റെയും മറ്റും വൈദ്യുതീകരണ ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ പാഴായി. ജീവനക്കാരെ നിയമിക്കുന്നതിലും അഴിമതിയും ക്രമക്കേടും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. വ്യാജരേഖകളുണ്ടാക്കി 18 ലക്ഷം രൂപ ദേവസ്വം ഫണ്ടിൽ നിന്ന് അപഹരിച്ച കേസിൽ സസ്പെൻഷനിലായിരുന്ന പൊതുമരാമത്ത് വിഭാഗത്തിലെ UD ക്ലർക്ക് M മണികണ്ഠനെ തിരിച്ചെടുത്ത നടപടി സംശയാസ്പദമാണെന്നാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റിനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ സർക്കാർ ഡോക്ടർമാർ സമരത്തിലേക്ക്. KGMOയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ബുധനാഴ്ച മുതൽ ജില്ലയിലെ സർക്കാർ ഡോക്ടർമാരും അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. ഡോക്ടറെ മർദ്ദിച്ച പ്രതികൾക്കെതിരെ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ഒഴികെ OP ബഹിഷ്കരണം തുടരും. 72 മണിക്കൂറിനകം തുടർ നടപടിയുണ്ടായില്ലെങ്കിൽ അത്യാഹിത വിഭാഗം ബഹിഷ്കരിക്കും. ജില്ലയിലെ സർക്കാർ ഡോക്ടർമാർ ചൊവ്വാഴ്ച OP ബഹിഷ്കരിക്കുമെന്ന് KGMA പ്രസിഡന്റ് ഡോക്ടർ T ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. മാള വടമയിൽ ആളില്ലാത്ത വീടിന്റെ മുൻഭാഗത്തെ വാതിൽ കുത്തി തുറന്ന് മോഷണം. വടമ താമരശ്ശേരി രാമചന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അലമാര കുത്തി തുറന്ന് 2 പവന്റെ ആഭരണങ്ങളും 2000 രൂപയും വിദേശ കറൻസികളും മോഷ്ടിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാമചന്ദ്രന്റെ ഭാര്യ ഗിരിജ ബന്ധുവിന്റെ വീട്ടിൽ വിവാഹത്തിന് പോയി ഞായറാഴ്ച രാത്രിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. രാമചന്ദ്രൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അലമാരയിൽ തന്നെ തുണികൾക്കിടയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. ഫ്യൂസ് ഊരി വൈദ്യുതി ബന്ധം ഇല്ലാതാക്കി വീട്ടിലുണ്ടായിരുന്ന ടോർച്ച് ഉപയോഗിച്ചാണ് മോഷണം നടത്തിയതെന്ന് കരുതുന്നു. വീട്ടിലെ മുറികളെല്ലാം തുറന്നിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാള പോലീസ് കേസെടുത്തു. വടമ കേന്ദ്രീകരിച്ച് ഏതാനും നാളായി നിരവധി മോഷണങ്ങളാണ് നടന്നിരിക്കുന്നത്. മോഷണങ്ങളും ഒരു കൊലപാതകവും വടമയിൽ നടന്നിട്ടും ഒരു പ്രതിയെപ്പോലും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കനത്ത മഴ തുടരുന്നതിനാൽ പീച്ചി ഡാം തുറക്കാൻ സാധ്യതയുണ്ടെന്നും മണലിപ്പുഴയുടെ തീരത്തു താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. 78.60 മീറ്ററാണ് ഡാമിന്റെ പരമാവധി സംഭരണശേഷി. ഡാമിന്റെ ജലനിരപ്പ് 78.32 മീറ്ററായാണ് ഉയർന്നിട്ടുള്ളത്. കനത്ത മഴയിൽ എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് വീട് തകർന്നു. കോട്ടപ്പുറം കോളനിയിൽ താഴത്തുപുരയ്ക്കൽ പാഞ്ചാലിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. തുടർച്ചയായി പെയ്ത മഴയിൽ ചുമർ കുതിർന്ന് ഇടിഞ്ഞു വീഴുകയായിരുന്നു. സംഭവസമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ ആർക്കും പരിക്കില്ല. മുല്ലശ്ശേരിയിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടമറിഞ്ഞു വീണ് വീട് തകർന്നു. മുല്ലശ്ശേരി ചിറ്റിലപ്പള്ളി ലോറൻസിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ വീട്ടുമുറ്റത്ത് നിന്നിരുന്ന തെങ്ങിന്റെ കടമുറിഞ്ഞു വീഴുകയായിരുന്നു. അപകട സമയത്ത് ലോറൻസും ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മുല്ലശ്ശേരി പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. സർക്കാർ ആശുപത്രികളിലെ NRHM ജീവനക്കാർക്കുള്ള ശമ്പള കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കഴിഞ്ഞ ഏപ്രിൽ മുതൽ താൽക്കാലികമായി നിയമിച്ച ഡോക്ടർ ഉൾപ്പെടെയുള്ള 100ഓളം ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിനെതിരെ അഡ്വക്കേറ്റ് സോജൻ ജോബ് മുഖാന്തിരം ഡോക്ടർ സെബിൻ നൽകിയ ഹർജിയിലാണ് ശമ്പളം വിതരണം ചെയ്യാൻ ഡെപ്യൂട്ടി DMOയ്ക്ക് നിർദ്ദേശം നൽകിയത്. പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിൽ നടന്ന സിറ്റിംഗിൽ 70 കേസുകൾ പരിഗണിച്ചു. 30 കേസുകൾ തീർപ്പാക്കി. കുരിയച്ചിറയിൽ ബൈക്കിലെത്തിയ യുവാവ് യുവതിയുടെ 5 പവന്റെ മാല കവർന്നു. ചെമ്പുക്കാവ് തൈലായ്ക്കൽ പ്രിയോയുടെ ഭാര്യ ലിമയുടെ മാലയാണ് ബൈക്കിലെത്തിയ യുവാവ് പൊട്ടിച്ചെടുത്തത്. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ 4 പേരുടെ മാലയാണ് കവർന്നത്. ഇനി ഓണവിശേഷങ്ങളിലേക്ക്.
ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ സാമഗ്രികളുടെ വിശാല ലോകവുമായി കേബിൾ പോയിന്റ്, ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്. ഓണം ഏതു കാലത്താണ് തുടങ്ങിയതെന്ന് ആധികാരികമായി ഒരു രേഖയുമില്ല. എന്നാൽ മാവേലി കഥ കൂടാതെ വേറെയും ചില കഥകളുണ്ട് നമ്മുടെ ഓണത്തിന്. ഓണാഘോഷത്തിന് തുടക്കമായത് എന്നാണെന്ന് കൃത്യമായ രേഖകളില്ല. എന്നാൽ ഓണാഘോഷത്തെക്കുറിച്ച് നിരവധി ചരിത്രഫലകങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ലോഗന്റെ മലബാർ മാനുവലിലും നിരവധി ശാസനകളിലും ഓണത്തെക്കുറിച്ച് പറയുന്നു. സംഘകാലത്തും ഓണാഘോഷമുണ്ടായിരുന്നു. സംഘകൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണാഘോഷത്തെ ഇന്ദ്രവിഴ എന്ന പേരിൽ കുറിച്ചിട്ടിരിക്കുന്നു. മാവേലി മന്നന്റെ കഥയ്ക്കാണ് ഓണത്തെ സംബന്ധിച്ച് പ്രചാരമുള്ളത്. എന്നാൽ ബുദ്ധന്മാരുടെ ആഘോഷമായും ചരിത്രകാരന്മാർ ഓണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തിൽ ബുദ്ധമതം വളരെ പ്രബലവുമായിരുന്നല്ലോ. ശ്രാവണം, സാവണം, ആവണം എന്നിങ്ങനെ ഓണമായി വാക്ക് പരിണമിച്ചതായി പറയുന്നു. ഓണക്കോടിയായി നൽകുന്ന മഞ്ഞമുണ്ട് ബുദ്ധമത പ്രതീകമാണെന്നും തൃക്കാക്കരയപ്പൻ ബുദ്ധമത സ്തൂപത്തിന്റെ മാതൃകയാണെന്നും ചരിത്രകാരന്മാർ സമർത്ഥിക്കുന്നു. മലബാർ മാനുവലിന്റെ കർത്താവായ ലോഗൻ ചേരമാൻ പെരുമാളിന്റെ കഥയാണ് ഓണത്തോട് ബന്ധപ്പെടുത്തുന്നത്. പെരുമാൾ മക്കത്ത് പോയത് തിരുവോണനാളിലാണെന്ന് ലോഗൻ പറയുന്നു. NV കൃഷ്ണവാര്യർ ഓണം അസീറിയൻ ആഘോഷമാണെന്നാണ് പറയുന്നത്. കടൽ കടന്നെത്തിയ അസീറിയക്കാരുടെ ആഘോഷം കേരളത്തിന്റെ ദാവുകയായിരുന്നു അത്രേ. 2000 വർഷങ്ങൾക്ക് മുമ്പേ ഓണാഘോഷമുണ്ടെന്നാണ് ഐതിഹ്യത്തിന്റെ ചുവട് പിടിച്ചുള്ള ഓണക്കഥയുടെ പ്രചരണം. എന്തായാലും മാവേലി എന്നൊരു നല്ലവനായ രാജാവ് കേരളം ഭരിച്ചിരുന്നു. ആ നല്ല രാജാവിന്റെ ഓർമ്മയിൽ, നല്ല കാലത്തിന്റെ ഓർമ്മയിൽ മലയാളികൾ ലോകമെങ്ങും ജാതിമത ഭേദമന്യേ എന്നും ഓണം ആഘോഷിക്കുന്നു. നാട്ടിടവഴികളിൽ വിടർന്നു നിൽക്കുന്ന പേരറിയ പൂക്കൾ ഓണക്കാലത്തിന്റെ നന്മ നിറഞ്ഞ കാഴ്ചകളായിരുന്നു. നാട്ടുപൂക്കൾ നാട് നീങ്ങുമ്പോഴും പഴയ കാലത്തിന്റെ ബാക്കിപത്രം കണക്കെ നാട്ടിൻപുറങ്ങളിൽ ഈ നന്മയുടെ നാമ്പുകൾ ഇന്നും വിടർന്നു നിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് മലയാളിയുടെ വീട്ടുമുറ്റത്തും തൊടികളിലും വർണ്ണവസന്തം വിരിയിച്ചിരുന്ന നാട്ടുപൂക്കൾ പുതുതലമുറയ്ക്ക് പോലും ഇന്ന് അന്യമാണ്. മാമലനാട്ടിൽ ഓണപ്പൂക്കളം തീർക്കാൻ തമിഴന്റെ പൂക്കൾ വേണമെന്നിരിക്കെ പൂവിനായി കാടും മേടും പറമ്പിലും പാടത്തുമെല്ലാം പൂക്കുടകളുമായി നടന്നിരുന്ന കുട്ടിക്കൂട്ടങ്ങളുടെ കാഴ്ചയും നമുക്ക് അന്യം തന്നെ. തെച്ചിയും മന്ദാരവും ഉക്കുറ്റിയും കോളാമ്പിപ്പൂക്കളുമെല്ലാം വീട്ടുമുറ്റത്തുനിന്നും തൊടികളിൽ നിന്നും നാട് നീങ്ങിയപ്പോൾ മലയാളിയുടെ ഓണത്തിന്റെ നിറപ്പകിട്ട് തീർക്കാൻ അന്യന്റെ ചെണ്ടുമല്ലിയും ജമന്തിയുമെല്ലാം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണിന്ന്. കൈമോശമെന്ന മലയാളിയുടെ ഗൃഹാതുരതയെ ഓർമ്മപ്പെടുത്തുന്ന നാട്ടുപൂക്കൾ നട്ടുവളർത്താൻ പോലും നമുക്ക് സമയമില്ലാതായിരിക്കുന്നു. മനസ്സുവെച്ചാൽ മലയാളി മുറ്റങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ചെണ്ടുമല്ലിയും ജമന്തിയുമെല്ലാം സമൃദ്ധമായി മാമലനാട്ടിലും വളർത്താൻ സാധിക്കും. അതിന് സമയം കണ്ടെത്തണമെന്ന് മാത്രം. തിരക്ക് പിടിച്ച മലയാളികളുടെ ജീവിതം തന്നെയാണ് പലതും നമുക്ക് കൈമോശം വരാൻ കാരണമെങ്കിലും വില കൊടുത്ത് ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് നഷ്ടമായത് നന്മയുടെ സുന്ദരകാലങ്ങളാണ്. കാടും മേടും താണ്ടി നാട്ടുപൂക്കളെടുത്ത് മുറ്റത്ത് ഓണപ്പൂക്കളം തീർക്കുമ്പോൾ സൗഹൃദത്തിന്റെ വർണ്ണവസന്തമായിരുന്നു പ്രകടമായിരുന്നത്. നാട്ടുപൂക്കളുടെ സമൃദ്ധി നാമമാത്രമായെങ്കിലും പഴയ കാലത്തിന്റെ ബാക്കി പത്രം കണക്കെ നമ്മുടെ നാട്ടിടവഴികളിൽ പേരറിയ പൂക്കളടക്കമുള്ള ഒട്ടനവധി നാടൻ പൂക്കൾ ഈ ഓണക്കാലത്തും പോയ കാലത്തിന്റെ സുഹൃതം കണക്കെ വിടർന്നു നിൽക്കുന്നുണ്ട്. TCV അന്തിക്കാട്. പുതുപുത്തൻ ആഭരണ കളക്ഷനുകളും സമ്മാന പെരുമഴയും ഒരുക്കി പൊന്നോണത്തെ വരവേൽക്കുകയാണ് ജ്വല്ലറികൾ. ഓണം എത്തിയതോടെ സ്വർണ്ണാഭരണശാലകളിൽ ഉപഭോക്താക്കളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൂവിളിയും പൂക്കാലവുമായി എത്തിയ പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ പൊൻശോഭയോടെ വരവേൽക്കുകയാണ് സ്വർണ്ണാഭരണശാലകൾ. ഓണമെന്ന മലയാളിയുടെ ദേശീയോത്സവത്തിന് സ്വർണ്ണശോഭ പകർന്നുകൊണ്ടാണ് ജ്വല്ലറികൾ ഇത്തവണയും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. പൂക്കളമിട്ടും മാവേലി മന്നനെ ഒരുക്കിയും ഓണാശംസകൾ എഴുതിയ ബോർഡുകൾ വെച്ചും ഉപഭോക്താക്കളെ വരവേൽക്കുകയാണ് ജ്വല്ലറികൾ. മലയാളികൾക്ക് മഞ്ഞലോഹത്തോടുള്ള പ്രിയമേറി വരുന്നതിനാൽ സ്വർണ്ണാഭരണങ്ങളിലെ പുതുപുത്തൻ ട്രെൻഡുകളെ ചൂടുപിടിക്കുന്നതോടൊപ്പം
പാരമ്പര്യത്തിന്റെ സ്വർണ്ണപ്രൗഢി വിളിച്ചോതുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വൻ ശേഖരവുമാണ് ജ്വല്ലറികളിൽ ഒരുക്കിയിരിക്കുന്നത്. ഉത്സവകാലത്ത് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുക എന്ന മലയാളി സങ്കല്പത്തിന്റെ ഒരു തെളിവാണ് സ്വർണ്ണാഭരണ രംഗത്ത് അനുഭവപ്പെടുന്ന ഈ വൻ തിരക്ക്. തൃശൂരിലെ സ്വർണ്ണാഭരണശാലകളിൽ ആഭരണം തേടിയെത്തുന്നവരുടെ അത്യപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ചുള്ള പാരമ്പര്യ ആഭരണങ്ങൾക്കും പുതിയ ഫാഷനിലുള്ള ഡിസൈൻ ആഭരണങ്ങൾക്കും പുറമെ ഡയമണ്ട്, വെള്ളി, പ്ലാറ്റിനം എന്നീ ആഭരണങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വൻ ശേഖരവും ജ്വല്ലറികളിൽ ഒരുക്കിയിട്ടുണ്ട്. ഓണത്തിന് വരവേൽക്കാനായി ജ്വല്ലറികളിൽ എല്ലാ ബജറ്റിലുമുള്ള 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ വൻ ശേഖരവുമുണ്ട്. ഓണത്തെ സ്വർണ്ണവർണ്ണമാക്കിക്കൊണ്ട് ജ്വല്ലറികൾ പൊന്നിന്റെ വിസ്മയ കാഴ്ചയൊരുക്കുകയാണ്. ഒപ്പം ഓണാഘോഷ ലഹരിയിലുമാണ് സ്വർണ്ണാഭരണശാലകൾ. ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ സാമഗ്രികളുടെ വിശാല ലോകവുമായി കേബിൾ പോയിന്റ്, ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്. വാർത്തകളിലേക്ക്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ പൂക്കള മത്സരം സംഘടിപ്പിച്ചു. ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള 10 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. 1, 2, 3 സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡുകളും മറ്റുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ CV ശശിധരൻ സമ്മാനദാനം നിർവഹിച്ചു. ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു, സെക്രട്ടറി ഡെൻസൺ ഡേവിസ്, മെഡിക്കൽ സൂപ്രണ്ട്, ഡയറക്ടർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പരമാവധി വിലയ്ക്ക് വിൽക്കാനുള്ള സൌകര്യം ഒരുക്കുന്നതിനായി പേരാമംഗലത്ത് കർഷക സ്പൈസസ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. കയപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫി തോമസ് കർഷക സ്പൈസ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. സൊസൈറ്റി നടത്തുന്ന കർഷകശ്രീ അടയ്ക്ക മാർക്കറ്റിന്റെ ഉദ്ഘാടനം അരിക്കനേറ്റ് ട്രേഡേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KV മുഹമ്മദ് ഹാജി നിർവഹിച്ചു. ജില്ലാ വികസന കമ്മിറ്റി അംഗം PA ശേഖരൻ അധ്യക്ഷത വഹിച്ചു. കയപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിമ്മി ചൂണ്ടൽ, കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KV കുര്യാക്കോസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. കാംകോ തൃശൂർ റീജിയണൽ മാനേജർ പങ്കജാക്ഷൻ നമ്പ്യാർ, കർഷക സ്പൈസ് സൊസൈറ്റി സെക്രട്ടറി TD വിൻസെന്റ്, വൈസ് പ്രസിഡന്റ് AK അബൂബക്കർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരാമംഗല യൂണിറ്റ് പ്രസിഡന്റ് KM തോമസ്, CPM ഏരിയ സെക്രട്ടറി സുരേന്ദ്രൻ, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോഷി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷകർക്ക് മേൽത്തരം വിത്തുകളും നടീൽ വസ്തുക്കളും കൃഷിസാമഗ്രികളും നൽകുക, ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും സബ്സിഡികളും കൃഷിക്കാർക്ക് ലഭ്യമാക്കുക എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് കർഷക സ്പൈസ് സൊസൈറ്റിയുടെ ലക്ഷ്യം. അടയ്ക്ക, കുരുമുളക്, ജാതിക്ക, കശുവണ്ടി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സൌകര്യവും സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കണ്ടശാങ്കടവ് ജലോത്സവ നഗരിയിൽ നടന്ന മാതൃവന്ദനം ശ്രദ്ധേയമായി. ചലച്ചിത്ര താരം KPS ലളിത ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KV വിനോദൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഗിൽസ തിലകൻ, VN സുർജിത്ത്, ഭക്തവത്സലൻ, ജെയിംസ് തെക്കത്ത്, പ്രദീപ് കരിമ്പാടത്ത്, VG അശോകൻ, സുബൈദ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. 250 അമ്മമാരെ ചടങ്ങിൽ ഓണപ്പുടവ നൽകി ആദരിച്ചു. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി പേരാണ് ജലോത്സവ നഗരിയിൽ എത്തിയത്. തൃശൂർ ഷൊർണൂർ റോഡിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടിയെടുത്ത കുഴി അപകടക്കെണിയാകുന്നു. നാലുംകൂടിയ ജംഗ്ഷനോട് ചേർന്നുള്ള കുഴി മൂടാത്തതുമൂലം രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ കുഴിയിൽ അകപ്പെടുന്നത് പതിവാണ്. കുഴിയടക്കാൻ പ്രദേശവാസികൾ നിരവധി തവണ കോർപ്പറേഷൻ അധികൃതർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വാണിജ്യം. ജെൻസ്, ലേഡീസ് ഇന്നർ വെയറുകളുടെയും കിഡ്സ് വെയറുകളുടെയും വിപുലമായ സെലക്ഷനുമായി ഹിസൺ ഹേഴ്സിന്റെ രണ്ടാമത് ഫാമിലി ഇന്നർ വെയർ ഷോറൂം ചെമ്പുക്കാവിലെ ഫൈൻ ആർട്സ് സൊസൈറ്റി ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. വി സ്റ്റാർ ക്രിയേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷീല കൊച്ചൌസേബ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ബിനോയ് ചിറ്റിലപ്പള്ളി ആശീർവാദ കർമ്മം നടത്തി. മുൻ മേയർ IP പോൾ ഭദ്രദീപം തെളിയിച്ചു. പ്രമുഖ ജെൻസ് ബ്രാൻഡുകളായ ജോക്കി, ലിവൈസ്, ക്രൂസോ, ലേഡീസ് ബ്രാൻഡുകളായ വെനേസ, ഷെറി, ജൂലിയറ്റ്, കിഡ്സ് ബ്രാൻഡുകളായ ലിറ്റിൽ വെലേറോ, ലിറ്റിൽ വെനേസ തുടങ്ങിയവയ്ക്ക് പുറമെ മെറ്റർനിറ്റി വെയറുകളുടെയും ന്യൂബോൺ ബേബി വെയറുകളുടെയും ടോയ്സുകളുടെയും വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. മാനേജിംഗ് പാർട്ണർമാരായ ഡാനിയൽ ജോൺ വില്യംസ്, ആന്റണി പാലത്തിങ്കൽ, ഫ്രാൻസിസ് പാലത്തിങ്കൽ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബന്ധപ്പെടേണ്ട നമ്പർ 04872321 395.
സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചീടിയൻ കണ്ടത് ജുവല്ലറി. സ്വർണം ഗ്രാമിന് 2630 രൂപ, വെള്ളി 10 ഗ്രാമിന് 450 രൂപ, തങ്കം ഗ്രാമിന് 2823 രൂപ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. സംസ്ഥാനത്ത് നാളെ ഹർത്താൽ ആചരിക്കാൻ RSSന്റെ ആഹ്വാനം. തലശ്ശേരിയിൽ RSS പ്രവർത്തകനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. +2 സ്കൂളുകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ശുപാർശ പ്രകാരം മാത്രമേ +2 ബാച്ചുകൾ അനുവദിക്കാവൂ എന്നും കോടതി. കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി M സ്വരാജ്. ഗുരുവായൂർ ദേവസ്വത്തിൽ വൻ ക്രമക്കേടും അഴിമതിയുമെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട്. കാണിക്കയായി കിട്ടുന്ന സ്വർണം വെള്ളി തുടങ്ങി വിളക്കുകൾ വരെ ഒന്നിനും കണക്കില്ലെന്നും റിപ്പോർട്ട്. മാളവടമയിൽ ആളില്ലാത്ത വീടിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം. 2 പവന്റെ ആഭരണങ്ങളും പണവും വിദേശ കറൻസികളും നഷ്ടപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ.